കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. ഭവാൻ ആരെയാ നമ്മൾ ഭവാൻ എന്ന് വിളിക്കുക? അവിടെ നോക്കിക്കോളൂ, ആദ്യത്തെ വരിയിൽ ഭവാൻ, അടുത്ത പേജില് മൂന്നാമത്തെ വരിയിലൊരു ഭവാൻ, ആറാമത്തെ വരിയിലൊരു ഭവാൻ. അങ്ങനെയാണ് അത് ഓരോ 6 സെറ്റ് വരികളായിട്ട് അത് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ മൊത്തത്തിൽ 4-5 ആവർത്തി വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പൊ ആ ഭവാൻ എന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുമ്പോൾ മനസ്സിലാവും ആരെയാണ് നമ്മൾ ഭവാൻ അല്ലെങ്കിൽ ഭവതി എന്ന് പറയാ. നമ്മൾ പൊതുവെയുള്ള ജീവിതത്തിൽ ഭവാനോട് ഒന്നും പറയില്ല. പക്ഷെ നമുക്കൊരു മഹാത്മാവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളോട് ബഹുമാനത്തോടെ സംസാരിക്കും. അതിനർത്ഥം മഹാത്മാവായ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഭഗവാനോട് സാരൂപ്യം പ്രാപിച്ച് ആ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയോട് മാത്രമാണ് നമ്മൾ ആ ഭവാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഇവിടെ പറയാണ് കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ. അതായത് ഇന്ന് കാണുന്നുണ്ട്, നമ്മളിപ്പോ എല്ലാരും ഇവിടെ അങ്ങനെ ഇരുന്നൂലേ, നാളെ നമ്മൾ കാണുമെന്ന് ഒരു ഉറപ്പില്ല. അതാണ് കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ല. അവരെ അങ്ങോട്ട് കൊണ്ടുപോവാണ്, ഉറപ്പൊന്നുമില്ല എപ്പോഴാ സമയം എന്നുള്ളത്. കാരണം ഏതൊരു സാധനം വാങ്ങിച്ചാലും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ബ്രഹ്മാവ് നമ്മളെ സൃഷ്ടിച്ചപ്പോ ഈ നെറ്റത്ത് ഒരു എക്സ്പയറി ഡേറ്റ് കൊണ്ട് ഒട്ടിച്ചിരുന്നെങ്കിൽ എന്താവും അവസ്ഥ? കുഴപ്പമില്ല, നമുക്ക് അത്ര സമയമുണ്ടല്ലോ, സമാധാനിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ നീക്കി വെക്കും നമ്മള്. പക്ഷെ അത് ചെയ്ത അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കറിയാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത്, ഇപ്പുറത്തെ കോളത്തിൽ ഡേറ്റ് ഓഫ് ഡെത്ത് എഴുതാൻ കഴിഞ്ഞാൽ അത് വിചാരിച്ച് പേടിച്ചിട്ട് സമാധാനം പോകില്ലേ? അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. നമ്മൾ മനസ്സിലാക്കണം എന്താ, ഇന്ന് ഈ കാണുന്നവരെയൊന്നും നമ്മൾ നാളെ കാണുന്നില്ല. പക്ഷെ നാളെ കാണുന്നവരെ മറ്റന്നാൾ കാണുമെന്ന് അറിയില്ല. അതുകൊണ്ട് എന്താ, സമയമില്ല. എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇപ്പോ എന്നാണ് അതിന് ഉത്തരം. ഇപ്പൊ ഇന്നിപ്പോ വചനാവലിയൊക്കെ വാങ്ങി അവിടെ കൊണ്ടുപോയി വെച്ചു, നാളെ ആവാം. ആദ്യം തന്നെ ആ ഏത് ഗ്രന്ഥം കിട്ടിയാലും ആ ആമുഖം ഒന്ന് വായിക്കുക. അവിടെ പറയുന്നുണ്ട് ഉറച്ചു ജപിച്ചാൽ ഭജനയായി. ഇതിൽ കണ്ടതാ, ഞാൻ +1 പഠിക്കുന്ന കാലത്ത് വായിച്ചപ്പോഴാണ് അത് അണ്ടർലൈൻ ചെയ്തു വെച്ചു. കാരണം ഭജന ചൊല്ലാനൊന്നും എനിക്കറിയില്ല. കുട്ടികൾ പറകെ നിൽക്കും, ഉറച്ചങ്ങോട്ട് ജപിക്കുക, അപ്പൊ ഭജനയും. കാരണം എന്താണോ, ഭജൻസിലൂടെ നമുക്ക് എല്ലാവരെയും ചേർത്ത് അതൊരു ഓളാണ്. ആ സംഗീതം, സാമം സംഗീതം, സാമവേദജ്ഞനാണ് സംഗീതം പ്രിയനായ ഭഗവാൻ. അപ്പൊ ആ കീർത്തനങ്ങൾ അങ്ങനെ ചൊല്ലുമ്പോ, കീർത്തനം ചൊല്ലി മഴ പെയ്ച്ച കഥ അറിയാലോ, അപ്പോ അത്രയും ശക്തിയാണ് ഭജൻസിന്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് കണ്ടോരെ നാളെ കാണുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഉള്ള ഇതെല്ലാം ആരാ തീരുമാനിക്കുന്നത്? ഭഗവാൻ. ഭഗവാൻ തീരുമാനിച്ചത് മാത്രമേ നടക്കൂ. ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു വരലുണ്ട്, ഇങ്ങോട്ട് നീങ്ങണം എന്ന് കരുതിയാ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. നമുക്ക് തോന്നുന്നതൊക്കെ എന്റെ കഴിവാണ്. ഇപ്പൊ ഇന്ന് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്തവരുണ്ടാവും. പ്രതീക്ഷിക്കാതെ പലരും ഫംഗ്ഷനൊക്കെ പോകും, വരില്ല പറഞ്ഞു അവരിവിടെ എത്തി. കണ്ടു, ആ മനസ്സിന്റെ കൊതിച്ചിടുന്ന കൊതിക്കാണ്, അതിന് എനിക്ക് എത്തണം. അപ്പൊ നാരായണേട്ടൻ കഴിഞ്ഞ തവണ പറഞ്ഞു ഭഗവതി ഇന്നവിടെ എത്തിച്ചു, എറണാകുളത്താണ് വരില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അപ്പൊ അത് അവിടെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം, അത് വല്ലാത്തൊരു ആഗ്രഹമാണ്. അപ്പൊ നമ്മൾ അവിടെ ഭഗവതി നമുക്ക് അതിനുള്ള ഒരു സാഹചര്യങ്ങൾ തരും, നമ്മൾ അവിടെ അങ്ങോട്ട് എത്തും. യജ്ഞവേദി എന്ന് പറഞ്ഞാൽ അതാ. ഇനി 2-4 ദീനം കൊണ്ടൊരുത്തനെ തന്തിലേറ്റി നടത്തുന്നതും ഭവാൻ. അതും ഭഗവാനെ അങ്ങ് തന്നെയല്ലേ? അല്ലെ, ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ഉമ്മറത്തെ വീടാട്ടോ. ഞാൻ ഗീത ക്ലാസ് തുടങ്ങിയപ്പോ ആ 2 കുട്ടികളെയും കൊണ്ട് അവരെ അമ്മമ്മ വന്നു. ഇങ്ങനെ ഈ ആസ്പെറ്റോസ് ഒക്കെ ഉള്ള വീടാണ്. പക്ഷെ ആ ചോപ്പം കെട്ടി പോകും കൊടുമുടിക്കാവിലേക്ക്. അവരുടെ അച്ഛൻ പോയിരുന്നു, ഇപ്പൊ ഈ കുട്ടികളെ അച്ഛൻ പോകുന്നുണ്ട്. ഈ കുട്ടികളെയും കൊണ്ട് ഗീതാ ക്ലാസ്സിൽ വന്നിരുന്നു. അവര് ഭഗവത്ഗീതയും കൊണ്ടാ വന്ന്. അപ്പൊ ഗീതാ ധ്യാനം പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു എന്നും സന്ധ്യക്ക് ഇത് ചൊല്ലണം കേട്ടോ. ഒന്നും ഉണ്ടാവില്ല. വൈകുന്നേരം അവിടെ ആകെ ഒച്ചയും വിളിയും പ്രശ്നങ്ങളും ആയിരുന്നു. ആ ഒരു അന്തരീക്ഷം അങ്ങോട്ട് മാറി. ആ കുട്ടികൾ 2 എല്ലാ വീട്ടിലും വിളക്ക് വെക്കുന്നതിന് മുമ്പ് വിളക്ക് വെക്കും. അവർക്ക് കുറെ സമാധികളൊക്കെ ഉണ്ട് മുത്തശ്ശന്മാരുടെ, അതിലൊക്കെ വിളക്ക് വെക്കും. എന്നും ഈ 2 കുട്ടികളും ചേർന്നിരുന്നിട്ട് ഉറക്ക ഗീതാധ്യാനം ചൊല്ലും. എന്റെ വീട്ടിലേക്ക് ഏറ്റവും മറത്തന്നെ ഇങ്ങനെ കേൾക്കും. ഞാൻ അപ്പൊ എന്റെ കുട്ടികളോട് പറയുന്നുണ്ട്. ആ കുട്ടികളുടെ അതിലൊരു കുട്ടി വലിപ്പം വെക്കാത്ത ഒരു ടൈപ്പായിരുന്നു. അതിന് ചികിത്സ ഞങ്ങൾ കൊടുത്തു, സ്നേഹ എന്ന് പറഞ്ഞിട്ട്. ഞാനാണ് ഇതിന് സൂചിയൊക്കെ വെച്ചത്, ഇൻസുലിൻ പോലെ. ആ കുട്ടി ഇപ്പൊ വലുതായി, ഇപ്പൊ +1 പഠിക്കാം. ഇങ്ങനെ അവരെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ആ കുട്ടിയുടെ അമ്മ പറയൂട്ടോ, ശോഭ ചേച്ചി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ നാട്ടിലുള്ളവർക്ക് എത്രയായാലും വിളിച്ചാവില്ല എന്നൊക്കെ പറയും. ഇപ്പോ കഴിഞ്ഞ ആഴ്ച രാവിലെ കേൾക്കുന്നത് ഇയാൾ ലോട്ടറി കച്ചവടത്തിന് പോവാ, അവർക്ക് 80 ലക്ഷം ലോട്ടറി അടിച്ചു. ഞാൻ എപ്പോഴും കരുതും ഈ 2 പെൺകുട്ടികളെ ഇപ്പൊ കൊടുക്കാറായി, ഇയാൾ എന്താ ചെയ്യാ, എന്നൊന്നും പണിയില്ലാത്ത പോലത്തെ ഈ ലോട്ടറി പരിപാടി. അപ്പോ അതിലെടുത്ത ടിക്കറ്റിൽ തന്നെ എത്ര 45 ലക്ഷം കിട്ടും ടീച്ചറെ, നിന്നോട് എത്ര സന്തോഷത്തിലാ അവര് പറഞ്ഞിരുന്നോ. അതാണ് ഇന്ന് നമ്മൾ മാറാപ്പ് കയറ്റി നടക്കണുണ്ടെങ്കിൽ നാളെ നമ്മുടെ തോളിൽ എന്താ കനകം തന്നെയെന്ന്. അതാ പറയുന്നത്, നിങ്ങൾ ഒന്നും കാണുന്ന പോലെ, ഇന്ന് കാണുന്ന പോലെയല്ല നാളെ. അതാണ് 2-4 ദിനം കൊണ്ടൊരുത്തനി തണ്ടിലേറ്റി. അത്ര
ഉയർന്നു നോക്കൂ. അവരുടെ രാവിലെ തന്നെ ഭജനയാ, ഭക്തിഗാനങ്ങൾ അവര് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരും. എന്റെ എക്സസൈസും അവരുടെ ഭജനയും ഒപ്പം. അപ്പൊ മാളിക മുകളേറിയ മന്നണ്ടി, ചിലര് പറയും എന്തെങ്കിലും ഒന്ന് ഒരാളെ എന്നാലും കൊടുക്കാത്തവരുണ്ട്, ഉണ്ടെങ്കിലും ഇത് കൂട്ടി കൂട്ടി വെക്കും. ഒരസുഖം വന്നാൽ ചിന്തിച്ചു നോക്കൂ, ഒരു 10 പ്രാവശ്യം ആസ്പത്രിയിൽ പോയി വന്നാൽ ആ കൂട്ടി വെച്ചതൊക്കെ തീരും. ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ആരുടെ കളിയാ? ഭഗവാന്റെ ഒരാളെ കളി മാത്രാണ് എന്ന് അങ്ങോട്ട് മനസ്സിലാക്കുക. അപ്പോ അധികാരഭേദം. ഇനി പറയുന്നത് കണ്ടാലറിയും ചിലർ എന്നാണ്. അത് ശരിക്കും അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ചിലർ എന്ന് പറയുമ്പോ എല്ലാവരും കണ്ടാ മനസ്സിലാക്കില്ല. ചിലർ എന്ന് പറഞ്ഞാൽ അത് സത്തുക്കളാണ്. പലർന്നാണ് അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. പലർന്ന് പറയുന്നില്ല, ഇവിടെ ചിലർന്ന. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കണ്ടാലും തിരിയാ ചിലർക്ക് ഏതുമേ. ചിലർ ഇവിടെയൊക്കെ വരും, ഇതൊക്കെ കാണും, എന്നാലും തൊഴുത് വേഗം പോയിട്ട് ഇതിൽ തോണ്ടും, താമ്പൂലത്തിൽ തോണ്ടില്ലേ. പണ്ട് വെറ്റിലെ തേച്ചത് ഉച്ചയ്ക്ക് ഇപ്പൊ മൊബൈലിൽ തേക്കും. അപ്പൊ പറയും അതൊക്കെ എന്ത്, ആ ടീച്ചർ വന്ന് കൂടിയിട്ട് ഇപ്പൊ ഇതന്നെ പണി ആഴ്ചക്ക് അല്ലേ, അങ്ങനെ പറയും. പക്ഷെ അതൊരു അനുഗ്രഹമാണ്. ഇത് വേദ തത്വങ്ങൾ ഒരാൾ വന്നിരുന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സുഹൃത. അത് ഞാനെന്നല്ല, ഏതൊരു ആചാര്യൻ വന്നു നിങ്ങളെ കൂടെ അങ്ങനെ ഇരുന്ന് നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അത് വലിയ അനുഗ്രഹമാണ് മനസ്സിലാക്കുക. അത് പറയാണ് ഇവിടെ. കണ്ടാലൊന്നും ചിലർക്ക് മനസ്സിലാവില്ല. ചിലരോ കണ്ടാലും തിരിയൂല്ല, കണ്ടതൊന്നും സത്യമല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യും. സത്യം എന്ന് പറഞ്ഞാൽ എന്താണോ? ഈ ശരീരം സത്യമല്ല, കാരണം ഇതിന് മാറ്റമുണ്ട്. ഇതെന്തായാലും നശിക്കും. സത്യം എന്ന് പറഞ്ഞാൽ 3 കാലങ്ങളിലും മാറ്റമില്ലാത്തത് സത്യം. ഭഗവാന് മാത്രമാണ് 3 കാലങ്ങളിലും മാറ്റമില്ലാത്തത്. ഇങ്ങനെ സൂര്യനെ കുറിച്ചൊക്കെ ഭഗവാൻ പറയുമ്പോ അർജുനൻ പറയും, പൂളു അടിക്കല്ലേ കൃഷ്ണ, ഇതൊക്കെ കഴിഞ്ഞ ജന്മങ്ങളിൽ ഉണ്ടായിരുന്നു, ഈ ജന്മങ്ങളില്ല പറയാ, നീനൊക്കെ എത്ര ജന്മം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പറയുന്നതാ, എനിക്ക് ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ജന്മങ്ങൾ എടുക്കും, ഞാൻ സൂര്യന്റെ കൂടി നീ എന്താവാണ്. എന്നിട്ടും അർജുനന് മനസ്സിലായില്ല. അതാ പറയുന്നത് ഇവിടെ. എല്ലാരും കാണും, പക്ഷെ എന്തില്ല, വിശ്വസിക്കില്ല. അപ്പൊ കർമ്മസാക്ഷി സൂര്യനായി ജ്വലിക്കുന്നത്, വിളക്കായി ജ്വലിക്കുന്നത് ഭഗവാനാണ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ എവിടുന്നാ വരുന്നേ? ഇങ്ങനെ കേൾക്കുമ്പോ എവിടേക്കാ പോണേ? അപ്പൊ അഗ്നിമീളേ പുരോഹിതം എന്ന് പറഞ്ഞിട്ടാണ് വേദം തന്നെ തുടങ്ങുന്നത്. അപ്പോ ഇതെല്ലാം പക്ഷെ ഒരു കൂട്ടരുണ്ട്. 3ാമത്തെ കൂട്ടരെ പറയാ, മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. +2 പഠിക്കുമ്പോ തന്നെ ഇപ്പൊ ഇതിന് തോന്നിയത് എന്താ? എങ്കിലും എങ്ങനെ ഇരുന്ന് പറയാൻ കഴിയും? കാരണം ഒരുപാട് കാലത്തെ ഗ്രന്ഥങ്ങളുടെ മുന്നിലിരുന്നുള്ള ഉപാസനയിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഇരുന്ന് ഒരു കാര്യമായി അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതാ പറഞ്ഞത്, മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. എത്ര വർഷമായി വൈശാഖ മാസം കഴിയുന്നു, എത്ര വർഷമായി ഇപ്പൊ ഈ ജ്ഞാനപ്പാന അമ്പലത്തിൽ നിന്ന് ഈ കോളാമ്പിയിലൂടെ കേൾക്കുന്നു. ചിന്തിക്കാൻ തോന്നിയില്ലല്ലോ. ഇപ്പോഴാണ് ഇതിനെ കുറിച്ചൊരു ജ്ഞാനപ്പാന ജ്ഞാനയജ്ഞം വെച്ചാലോ, വെറുതെ നമ്മൾക്കൊരു മീറ്റിംഗ് കൂടാൻ തോന്നി, അവിടെ പറഞ്ഞു. അത് സത്യമായി ഭവിച്ചു എന്നുള്ളതാ. അത് നോക്കൂ, എന്ത് നല്ല കാലാവസ്ഥ. ഇന്നലത്തെ അവസ്ഥ എന്താ? ഞാൻ കരുതി ഈശ്വര എന്താവിന്റെ യജ്ഞാവോന്ന്. ഇതാ ഒക്കെ ഭഗവതി ഞങ്ങളുടെ അനുഗ്രഹിക്കുകയാണേ. ഇനി പറയാ മനുജാതിയിൽ. മനുജാതി എന്ന് പറയുമ്പോൾ മനുഷ്യനായി. ഇവിടെ ജാതി എന്ന് പറയുന്നതേ ഒരു തരം എന്നാണ് കേട്ടോ അർത്ഥം. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ജാതിയൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൂന്താനം തിരുമേനി പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. മനസ്സ് ഇതാണ് വലിയൊരു സംഭവം. ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പലതും ചെയ്യാത്തത്. നമ്മുടെ മനസ്സിനൊരു തോന്നല, അതാണ് സുഖം, ഇതാണ് സുഖം, ഒന്നും വേണ്ട. ഇപ്പൊ ഇന്ന് ഇങ്ങോട്ട് പോരണം, അലമാര ഇങ്ങോട്ട് തുറന്നാല് എന്താ അവസ്ഥ? മനസ്സ് പറയാ അത് ചിറ്റിക്കോ, ഇത് ചിറ്റിക്കോ, അല്ലെ കഴിഞ്ഞ 2 പ്രാവശ്യം സെറ്റ് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം പട്ടുസാരി ചിറ്റാം, അല്ലെ ഒക്കെ തോന്നില്ലേ? മനസ്സിന്റെ വ്യാപാരങ്ങളാണത്. ഇത് ലളിതമായിട്ട് പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇനി അപ്പൊ ബുദ്ധി അവിടെ കയറി ഇടപെടും. ബുദ്ധി എന്ത് പറയും? അമ്പലത്തിലേക്കാണ് പോണത്, സെറ്റിനും തന്നെ മതി. അപ്പൊ ഞങ്ങളെ മാതൃസമിതി യൂണിഫോമാ, അപ്പൊ അതെന്നെ വലിച്ചെടുത്തു, ഇസ്തിരിയിട്ട് റെഡിയാക്കി വെച്ചു. അപ്പൊ സമാധാനമായി. ഇത് തുറക്കുമ്പോൾ ആ മനസ്സിന്റെ ഒരു ഇതുണ്ട്, ഏത് ചിറ്റണം വെച്ചാൽ ഒരുപാടെണ്ണം ഉള്ളത്. അതിന്റെ മോളോട് ഞാൻ പറയുന്നത് കുറെ ഉണ്ടായതുകൊണ്ടാ, 2 വെച്ചാൽ ഈ സംശയം ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് പറയാം, അമ്മ കുറെ ഉണ്ടായതുകൊണ്ടാ. അങ്ങനെ അവള് തിരിച്ചടിക്കും ഗോള്. ഇപ്പത്തെ മക്കൾ അങ്ങനെയാണ്, നമ്മളെന്താണോ കൊടുക്കുന്നത് അതുപോലെ അവരിങ്ങോട്ട് തരും. അപ്പൊ ഇവിടെ പറയാം, മനസ്സിനു വിശേഷം ഉണ്ടോർക്കണം. പലവിധം മനുഷ്യർ എന്താണ്, ബഹുജനം പലവിധം. മനുഷ്യന്റെ മനസ്സ് പലതരത്തിലാണ്. അപ്പൊ ഇവിടെ വന്ന് അവിടെ ഇരിക്കണം എന്ന് തോന്നണമെങ്കിൽ അതൊരു മനസ്സ്, ഇവിടെ വരണം എന്ന് തോന്നണമെങ്കിൽ അത് വേറൊരു മനസ്സ്. ഇവിടെ വന്നു ഇനി വേഗം പോവുക, വീട്ടിൽ പോയാ വീടാണ് സുഖം എന്നാ വിചാരം. വീട് നമ്മളെ രക്ഷിക്കോ? കുട്ടികൾ എന്താ പറയാ, വീട്ടിൽ പോവാ അല്ലെ. ഒരു ഫംഗ്ഷൻ വന്നാൽ പറച്ചിൽ തുടങ്ങും, വീട്ടിൽ പോവാ. ആശുപത്രി ചെന്നാലും അവർക്ക് വീട്ടിൽ പോകണം. വീടിനാണ് അവർക്ക് ഒരു സ്വാതന്ത്ര്യം. നമ്മുടെ വിചാരം ഈ 4 ചുമരിനുള്ളിൽ നമുക്ക് സുഖാന്നാ. സുഖം ഉള്ളത് എവിടെയെന്നറിയോ? ഇവിടെ ക്ഷേത്ര അന്തരീക്ഷത്തിൽ മാത്രം. കാരണം
ഒരുമ, സ്നേഹം, ഐക്യം, സേവനം ഇതെല്ലാം കാണുക ക്ഷേത്രാങ്കണത്തിൽ മാത്രം. ഇങ്ങനെ ഒരുമയോടുകൂടി ഇങ്ങനെ ഇരിക്കുക. വീട്ടിലിരുത്തിയേ ഇരിക്കുവോ? ഒന്ന് നീട്ട് അപ്പുറത്തേക്ക് പോകുമില്ലേ? നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ അനിത ചേച്ചി പെരുന്നമണ്ണയിലത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ വാതിലടച്ച് വായിക്കുമ്പോൾ അവരൊന്നും ബുദ്ധിമുട്ടിക്കില്ല. ദേവി മഹാത്മ്യ അവരുടെ മകനുണ്ടല്ലോ നല്ലൊരു ആർട്ടിസ്റ്റാണ്, നന്നായി വരക്കും. ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് ജോലിക്ക് പോകും സ്കൂളിൽ, അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ ജോലി വേണം. ഈ രണ്ട് കണ്ടീഷനിലാണ് 32 വയസ്സ് വരെ ആ കുട്ടി മുകളിൽ ഇരുന്ന് കഴിച്ചു. ഇൻട്രോവർട്ടാ. ഞാൻ ഈ ദേവി മഹാത്മ്യം വാങ്ങിച്ച് വായിക്കാൻ പറഞ്ഞു. 7ാമത്തെ ആവർത്തി വായിച്ചപ്പോഴേക്കും ആ കുട്ടി ഇപ്പൊ ചിത്രാലയയിൽ ജോലിക്ക് കയറി. ഇതൊക്കെ നമ്മുടെ മുന്നിൽ നടക്കുന്നതാണ്. ആലോചിച്ച് നോക്കൂ. ആ അമ്മ പറയാ, ഒരിക്കലും ഞാൻ എന്റെ മോനൊരു ജോലിക്ക് പോകുമെന്ന് വിചാരിച്ചതല്ല. മോളിന്ന് ഇറങ്ങി വരില്ല ആ കുട്ടി ഒരാളും പുറത്ത് വന്ന. അവന് സംസാരിക്കാൻ പ്രയാസ. അവസാനം ഇപ്പൊ കണ്ട ഒരൊറ്റ മരുന്നിതാ, കുറേ ഗുളികകൾ കഴിപ്പിച്ചു അവനെ. അവസാനം ദേവി മഹാത്മ്യ 7 ആവർത്തി വായിച്ചപ്പോഴേക്കും ആ കുട്ടി ഇപ്പൊ ചിത്രാലയയിൽ ജോലിക്ക് പോയി തുടങ്ങി. ഇത്രയേ ഉള്ളൂ. നമ്മൾ അത്രയും ആഗ്രഹിച്ച് സമർപ്പിച്ച വഴിപാടുകളെക്കാൾ ശക്തി പ്രാർത്ഥനകൾക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ആ അമ്മയുടെ പ്രാർത്ഥന ആദ്യമൊക്കെ ആ അമ്മ മകനും കളിയാക്കൂത്രേ. ഒക്കെ കഴിഞ്ഞിപ്പോ ശോഭ ടീച്ചറെ കൂടി അമ്മ ഇനിയിപ്പോ എങ്ങനെയാവോ? ഭക്തി എന്നുള്ളത് തൊട്ട് കുളിക്കാൻ അച്ഛനും മകനും ഇല്ല പറയാ. പക്ഷെ ഈ സ്ത്രീ ആർട്ടിസ്റ്റ്, അവർ നല്ല ഒരു കലാകുടുംബത്തിൽ ജനിച്ച സ്ത്രീ, അവർക്കും ആ കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷെ ഭക്തി ഇല്ല. എല്ലാ കലകളും ആരുടെ അനുഗ്രഹം എന്നറിയോ? ഭഗവാന്റെ അനുഗ്രഹം. 64 ദിവസം കൊണ്ട് 64 കലകളും പഠിച്ച കൃഷ്ണനെ പോലെ ഒരു കലയെങ്കിലും ഒരു ജന്മം കിട്ടിയാൽ നമ്മൾ പഠിക്കണം എന്നാ ഈ പ്രസംഗം. ഇതൊരു കലയാ. സംസാരിച്ച ആളെ ഇരുത്തുക എന്നുള്ളത് വലിയ പ്രയാസ. ഒരു പാട്ടങ്ങോട്ട് പാടിയാലോ കുറച്ചു നേരം ലയിച്ചിരിക്കും. ഒരു നാടകമാണെങ്കിലോ അല്ലെ, എവിടെ സ്റ്റേജ് പ്രോഗ്രാമിന് എത്ര ആള് വന്നൂലേ. ഇനി പറയാണ്, മനസ്സ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു പ്രഹേളികയാണ്. മനസ്സിനെ നിങ്ങൾ ഒതുക്കണം. അതാണ് പഞ്ചേന്ദ്രിയങ്ങളെ ഒതുക്കുന്ന കാര്യം പറയുന്നത്. അത് ശുദ്ധമായ കാര്യങ്ങളും അശുദ്ധമായ കാര്യങ്ങളും മനസ്സിലേക്ക് കയറും. അശുദ്ധമായ കാര്യം എന്താ? ഇതൊക്കെ തന്നെ സുഖം അല്ലെ, ഉണ്ട് ഉറങ്ങി. ചിലരുടെ ടെൻഷൻ വന്നാൽ ഞാൻ കുറച്ചധികം ഭക്ഷണം കഴിക്കും ടീച്ചറെ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പൊ എന്താ അവസ്ഥ? ചിലരങ്ങനെയല്ല, എനിക്ക് സന്തോഷം വന്നാലും ഞാൻ കുറെ ഭക്ഷണം കഴിക്കും ടീച്ചറെ. അവരുടെ എന്റർടൈൻമെന്റ് തന്നെ എന്താ? ഈ കഴിക്കൽ തന്നെ. പിന്നെന്താ? ആശുപത്രിയിൽ ഇങ്ങനെ കൊണ്ടേ കൊടുക്കൽ തന്നെ. ഭക്ഷണം കുറച്ച് നോക്കൂ, നമുക്ക് ഏറ്റവും സുഖം. കാരണം എന്തിനാ നമുക്കിപ്പോ ഏകാദശിയൊക്കെ ഉണ്ടായത്? ശരീരമാദ്യം ധനുധർമ്മ സാധനം. ഈ ബോഡിയിൽ നമുക്കൊരു റിലാക്സേഷൻ വേണ്ടേ? എന്നും ഇങ്ങനെ അടിച്ചു മിന്നിക്കൊണ്ടിരുന്ന അപ്പൊ എന്താ വെച്ചാൽ പട്ടിണിയില്ലേ? അതാ പറയുന്നത്, ശുദ്ധമായിരിക്കണം മനസ്സെങ്കിൽ ഭക്ഷണവും ശുദ്ധമായിരിക്കണം. ഇനി പലർക്കും അറിയണം എന്ന ആഗ്രഹമുണ്ട്, പലരും പറയുന്നുണ്ട്, പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. എന്താ ശാസ്ത്രം എന്ന് പറയുന്നത് അറിയോ? ശാസ്ത്രം പ്രമാണം എന്നാണ് പറയുന്നത് തന്നെ. നമുക്കുള്ള പ്രമാണമായിട്ട് ആധികാരിക ഗ്രന്ഥമായിട്ടുള്ളത് ശാസ്ത്രം. എന്താ ശാസ്ത്രം? സയൻസ് ഒന്നുമല്ല ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങൾ, ഗീതാശാസ്ത്രം, ഭാഗവതം ശാസ്ത്രം, നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം ശാസ്ത്രങ്ങളാണ്. ഇപ്പൊ തമോഗർത്തങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. ഭാഗവതത്തിൽ എന്നേ പണ്ടത് എഴുതി വെച്ചിട്ടുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് മാമുനിമാര് ഇന്നിവിടെ നടക്കണ കാര്യം ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ലാവണ്യം കേശധാരണം. ഇപ്പൊ നോക്കൂ, പെൺകുട്ടികൾ കണ്ണെഴുതും പൊട്ടുതൊടും ഒന്നുമില്ല. ആൺകുട്ടികൾ നോക്കൂ, പെൺകുട്ടികളെ പോലെ റബ്ബർ ബാൻഡ് ഇട്ട് എയർ ബാൻഡ് ഒക്കെ വെച്ച് നടക്കും, നീട്ടി വളർത്തും. പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ അല്ലെ, അർത്ഥം കട്ട്, സ്റ്റെപ്പപ്പ്, കുട്ടപ്പ്, എന്തെല്ലാം ലാവണ്യം കേശധാരണത്തിലായിരിക്കും. 5000 വർഷം മുമ്പ് പറയാണ് കലികാല മഹിമ. ഇതിലും പറയുന്നുണ്ട് കലികാല മഹിമ. അപ്പൊ പലർക്കും അറിയണം, പലരും പല വിധമാണ്. അതുപോലും നമ്മുടെ മാമുനിമാര് മനസ്സിലാക്കി. പല വിധത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു ഒരാൾക്ക് കൃഷ്ണനെ ആയിരിക്കും, അവരുടെ ജപവും ധ്യാനമൊക്കെ വ്യത്യസ്തമായിരിക്കും അപ്പുറത്തിരിക്കുന്ന ആളെ സംബന്ധിച്ച്. പക്ഷെ രണ്ടുപേരും ഭക്തന്മാരാ, ഉപാസന അവർക്കുണ്ട്, ഒരു പ്രത്യേക തരത്തിലായിരിക്കും അവര്. പലർക്കും പലതരത്തിൽ അറിയണം എന്ന് മനസ്സിലാക്കിയ മുനീശ്വരന്മാർ ശാസ്ത്രത്തെ പലതരത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ സ്വയം ഇങ്ങനെ വായിച്ചു പോകുമ്പോ? ഇനിയോ, കർമ്മത്തിൽ അധികാരി ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളും പലതരം ഉണ്ട്. കർമ്മശാസ്ത്രം എന്ന് പറയുമ്പോ നമുക്കെല്ലാം അധികാരം കർമ്മം ചെയ്യാനേ ഉള്ളൂ. കർമ്മത്തിന്റെ ഫലം എടുക്കാൻ നമുക്ക് അധികാരമില്ല. അതാണ് ഗീത പറയുന്നത്, കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന. നിങ്ങൾ ഫലം ഒന്നും ഇച്ഛിക്കണ്ട, പിന്നെ എന്തേ ഉള്ളൂ? കർമ്മത്തിൽ നമുക്ക് അധികാരമുണ്ട്. കാരണം കർമ്മം ചെയ്യൂ, യുദ്ധം ചെയ്യൂ,
ഗീത കർമ്മശാസ്ത്ര. കർമ്മം ചെയ്യൂ എന്നാ പറയുന്നത്, ഇരുന്ന് ജപിക്കൂ എന്നല്ല. സ്വാമി വിവേകാനന്ദൻ പണ്ട് കുട്ടികളോട് പറഞ്ഞു അത്രേ, ഇപ്പൊ ഗീത പഠിക്കേണ്ട സമയമല്ല, പോയിട്ട് ഫുട്ബോൾ കളിക്കൂ. കാരണം ശരീരത്തിന് എക്സസൈസ് ആവശ്യമാണ്. ഫുൾ ടൈം ഇതിന് മുന്നിൽ ഇരുന്നാൽ എന്താ അവസ്ഥ? അസുഖങ്ങൾ ഉണ്ടാവും, ആകെ ഒബിസിറ്റി ആവും. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഫുട്ബോൾ കളിക്കണം, ശേഷം ഇത് പഠിച്ചാൽ മതി. അതിനെ വളച്ച് ഒടിച്ച് എന്ത് പറഞ്ഞു? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും പഠിക്കേണ്ട, ഫുട്ബോൾ കളിച്ചാൽ മതി. ഒരു കുട്ടി പറഞ്ഞതാ. അത് നമ്മൾ കേൾക്കേണ്ട കാര്യം കേൾക്കേണ്ട പോലെ കേൾക്കാതെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടാണ് എക്സസൈസ് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര്, ഇപ്പൊ അരുൺ കുമാറൊക്കെ അല്ലേ, ഡോക്ടറോ എന്താ, അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞു വിടുന്ന ഓരോ വീഡിയോകളില്, പാപയോനിയിൽ ജനിച്ചവളാണ് സ്ത്രീ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല അതിൽ പറയുന്നത്. സ്ത്രീ ജനിച്ചു പാപയോനിയിൽ എന്ന് പറയുന്നില്ല. ഗീതയിൽ 9-ാം അധ്യായത്തിൽ പറയുന്നതാണ്. പാപം ചെയ്തവര് അങ്ങനെ പാപികളായ യോനികളിൽ വന്ന് ജനിക്കും, അതായത് ദുരിതപ്പെടുന്ന വീടുകളിൽ വന്ന് ജനിക്കുമെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. മറ്റുള്ളവരത് കേൾക്കുമ്പോൾ ഇതിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ ഹൈന്ദവരനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികളും പറയും, അതിനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പൊ വിഭൂതിയുടെ ഒരു കാര്യം കണ്ടില്ലേ, കൈയുടെ ഇടയിൽ നിന്ന് എടുക്കുകയാണ്. സായിബാബ അങ്ങനെ ചെയ്തതാ നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞിട്ടും പുട്ടപർത്തിയിലെല്ലാം ഇതുപോലെ നിലനിൽക്കുന്നുണ്ടല്ലോ. മാജിക്കുകാരങ്ങനെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ മുനീശ്വരന്മാർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അവർ ഈ പഞ്ചഭൂതങ്ങളെയും അവരെ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നവരാ. അവർക്ക് വിഭൂതി എടുക്കാൻ ഒരു പ്രയാസമില്ല. അതിനാരും വേസ്റ്റ് ഒന്നും തേച്ച് കൊടുക്കണ്ട. പക്ഷെ അത് പറഞ്ഞു മാറ്റാനുള്ള ആചാര്യന്മാർ നമുക്ക് ഇല്ല എന്നുള്ളതാ. ഇനി പറയാണ്, കർമ്മം എങ്ങനെ ചെയ്യണം? കർമ്മയോഗമായിട്ട് ചെയ്യണം. കർമ്മശാസ്ത്രം ഗീത, യോഗം, കർമ്മശാസ്ത്രങ്ങൾ, യോഗങ്ങൾ എത്രയാ? സംഖ്യയില്ല. സംഖ്യയില്ല എന്ന് പറഞ്ഞാൽ അത്രയും എണ്ണ കഴിയാത്ത അത്ര വ്യാഖ്യാനങ്ങളും ഉപാഖ്യാനങ്ങളും ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത്രേ പറഞ്ഞുള്ളൂ. കാരണം നിങ്ങൾ അങ്ങനെ സംഖ്യയില്ലാത്ത ഗ്രന്ഥങ്ങളിലേക്കൊന്നും പോവണ്ട. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഒന്നും ഇവിടെ വന്ന് ചെവി തന്നു കേൾക്കൂ. ചെവി ഊരി കൊടുക്കണമെന്നാണോ? ശ്രദ്ധയോടുകൂടി ഇതൊന്ന് കേൾക്കണേ. അത്ര പൊളൈറ്റായിട്ടാ അദ്ദേഹം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ, ഇനി പറയാണ് തത്വവിചാരം. തത്വവിചാരം ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം. ഇതിങ്ങനെ വായിച്ചു പോവാന്ന് പറഞ്ഞാൽ കൂടെ നമ്മളിങ്ങനെ വായിക്കും. ആ ഒരു ഈണത്തിലും താളത്തിലും നമ്മൾ അങ്ങനെ പോവും. നമ്മുടെ ജീവിതം എങ്ങനെയാന്നാ പറയണത്? സംസാര ചക്രത്തിലാ. ഭാഗവതം ചേർത്ത് പറയാറുണ്ട്, ഗൃഹാന്തകൂപേ പതിതു യഥാ പശു. ഈ വീടാകുന്ന അന്ധകാരത്തില്, അന്ധകൂപത്തിൽ അങ്ങനെ വീണ് കിടക്കുക. നിങ്ങൾ ഒരു ദിവസം ചിന്തിച്ചു നോക്കൂ, രാവിലെ എഴുന്നേറ്റാ നേരെ പൂജാമുറിയുടെ മുന്നിൽ കൂടെ പോകുമ്പോ ഒരു സേലുട്ടടിയ, അതും കഴിഞ്ഞ് നേരെ അടുക്കളയിൽ പോയി നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് പിന്നെ കുളിയും കഴിഞ്ഞ് അതേ വിളക്കും വെച്ചു ഉമ്മറക്കൊക്കെ ഒന്ന് പോയി അവിടെ നിന്ന് വൃത്തിയാക്കി ഇങ്ങനെ അവിടെ ചുറ്റി തരും. ഇനിയിപ്പോ ഒരു ജോലി കിട്ടിയ ആണൊരുത്തനാണെങ്കിലോ രാവിലെ നീച്ചതേ കുളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അടുക്കള കഴിഞ്ഞു, നേരെ വണ്ടി സ്റ്റാർട്ടാക്കി ഓഫീസ്. ആ ഓഫീസിലെ പെൻപുഷറാണ് LD ക്ലർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു. ആ ജീവിതം അങ്ങനെ തീരും. അപ്പൊ ഈ ചുഴന്നിടുന്ന സംസാരചക്രം, ഈ സംസാരചക്രം എന്ന് പറഞ്ഞാൽ ജനിച്ച് ജീവിച്ച് ഇങ്ങനെ ഒരു സൈക്കിളാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതായത് ഈ ജന്മെടുത്തു, എന്തായി? ഒരു പശുവായി. അപ്പൊ പശു ആകുമ്പോ സാത്വികന, നല്ല ആഹാരം കഴിക്കും, എല്ലാവർക്കും പാല് കൊടുക്കും, കാമധേനുവിനെ പോലെ. അപ്പൊ എന്ത് ചെയ്തു? അടുത്ത ജന്മം മനുഷ്യനായി. ഇങ്ങനെ ഈ സംസാര ചക്രം ഇങ്ങനെ കറങ്ങുകൊണ്ടിരിക്കുക. സംസാര സാഗരേ മഗ്നം അർച്ചനയിൽ ആദ്യത്തെ വരികൾ അതാ നിങ്ങളെ കയ്യിലിരിക്കണം, വാങ്ങി തന്നില്ലേ? ആ അർച്ചനയിൽ ആദ്യം വരുന്നത് തന്നെ ആ പ്രാർത്ഥനകളാ. അപ്പൊ പറയാണ്, ഈ ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ കിടന്നിങ്ങനെ ഒഴലാണ് ജനങ്ങൾ. എന്തുകൊണ്ടാ ഒഴലണത്? ഒരു സമാധാനല്ലേ? ഇവിടെ നോക്കിയാല് നാമജപമില്ലാത്ത ഒരു വീട് നോക്കൂ, അവിടെ എന്നും പ്രശ്നങ്ങളാ. ഞങ്ങളെ ഫ്രണ്ടിത്തെ വീട് ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ ഇപ്പൊ നാമം ചെല്ലാൻ തുടങ്ങിയപ്പോ ആ അമ്മ ഇരുന്നിട്ട് രാമായണം വായിക്കും, കുട്ടികൾ ഗീതാധ്യാനം ചെയ്യും. ശാന്തി, ഒരു സമാധാനമാണ്. ഈ ഇതിലിങ്ങനെ കിടന്ന് ഉഴലുമ്പോ എത്രയായാലും മനസ്സിലാവില്ല അത്രേ. എന്താ ഇപ്പൊ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എത്ര ചിന്തിച്ചാലും മനസ്സിലാവില്ല. പിന്നീടാണ് ഒരാചാര്യന്റെ മുന്നിൽ വരുമ്പോ മനസ്സിലാവുക, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം തന്നെയാ ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ സംസാരത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങി കഴിയുന്ന നിങ്ങൾ അറിയണം. എന്താണ്? നിങ്ങൾക്കറിയുവാൻ വേണ്ടി അറിവുള്ള മഹത്തുക്കൾ ഒരുപാട് പരമാർത്ഥങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗീതയിലും ഭാഗവതത്തിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ ആയിട്ട്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എളുതായിട്ടു ലഭിപ്പാനായി ചെവി തന്നു കേൾപ്പീരെല്ലാവരും. നിങ്ങൾക്ക് എളുപ്പം വേണോ? ഒക്കെ നമുക്ക് എളുപ്പം വേണ്ടേ? കുറച്ച് കഷ്ടപ്പെടാൻ ആർക്കും തയ്യാറല്ലല്ലോ. കലികാലത്തിൽ ജനിച്ചാൽ മതി. ഇവിടെ മാവോ സേത്തുങ്ങില്ലേ, സർദാർ KM പണിക്കരോട് പറഞ്ഞു അത്രേ, തോക്കിൻകുഴലിലൂടെ യുദ്ധം നടത്തിയിരുന്ന വ്യക്തികളാ.
ഒരു ഈ കലികാലത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ഈ ഭാരതത്തിൽ വന്ന് ജനിക്കാൻ എനിക്കൊരു ഭാഗ്യം തരേണമേ ജഗദീശ്വര. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമുക്കത് കിട്ടിയില്ലേ, ഇനി എന്തേ വേണ്ടു? എളുപ്പമോക്ഷം കിട്ടാൻ ഇത്തിരി സത്സംഗമൊക്കെ കൂടുക, ഇത്തിരി ജ്ഞാനപാഠം വായിക്കുക, അത് ഏറ്റവും എളുപ്പമാണ്. ഇപ്പൊ സംസ്കൃതമാണ്, കഴിഞ്ഞ ദിവസം ഭാഗവതം തുടങ്ങിയപ്പോൾ തന്നെ തോന്നിണ്ടാവും ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ആദ്യം തന്നെ ജ്ഞാനപ്പാന, ഹരിനാമകീർത്തനം, രാമായണം ചെല്ല് ഓരോ സ്റ്റെപ്പുകളായിട്ട് അങ്ങനെ പോവാം. അതും ഒരു നിമിത്താട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ നമ്മള് ഹരിനാമകീർത്തനം പ്രതീക്ഷിക്കാതെ ചൊല്ലി. ഇന്നിപ്പോ ജ്ഞാനപ്പാനം കഴിഞ്ഞു. ഇനിയിപ്പോ അതാ വരുന്നത് കർക്കിടക മാസം. എല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നോക്കൂ. എല്ലാം അത് വേണ്ട പോലെ ഇങ്ങനെ ഭഗവാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരികയാണ്. അപ്പോ ചെവി തന്ന് ശ്രദ്ധ, അതാ പറയുന്നത്, ശ്രദ്ധയോടെ വസിക്കണമേവരും, ചെവി തന്നു കേൾപ്പിൻ എല്ലാവരും. അപ്പോ എളുപ്പം മുക്തി ലഭിക്കാൻ എന്തേ വേണ്ടു? ഇങ്ങനെ സത്സംഗങ്ങൾ വന്നിരുന്ന് കേൾക്കുക, ഒരുപാട് പ്രഭാഷണങ്ങൾ അങ്ങനെ കേൾക്കുക, നാമം ജപിക്കുക. ഇതിനൊന്നും പറ്റണില്ല. അപ്പൊ ഇവിടെ എന്തേ വരാനീ ചോദിക്കുന്നു. ഇപ്പൊ ചിലര് പറയും, അയ്യോ ടീച്ചറെ വീട്ടില് വിരുന്നുകാരുണ്ടായിരുന്നു, പറ്റിയില്ല കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. ആദ്യം മനസ്സിലാക്കണം, നമ്മളെയൊക്കെ ഒരുപാട് ചങ്ങലകൾ ഇട്ട്. റോസോ എന്താ പറഞ്ഞ്, ജനിക്കുമ്പോ മനുഷ്യൻ സ്വതന്ത്രനാണെങ്കിലും അവൻ ചങ്ങലകളിലാണ്. കാരണം നമ്മള് ഒരുപാട് ചങ്ങലകളാൽ ബന്ധിതനാണ്. എന്താ നമ്മുടെ ചങ്ങല? ഈ കയ്യിലും കാലിലും ഒക്കെ കർമ്മങ്ങൾ പതിച്ചു വെച്ചിരിക്കാം. അതാ പറയുന്നത്, കർമ്മം കൊണ്ട് ആണ് നമ്മൾക്ക് എവിടെയും എത്താൻ പറ്റാത്തത്. അപ്പൊ നാമം ചെല്ലാൻ പറ്റാത്തത് എന്താ? വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ ചപ്പാത്തി വേണം, നിർബന്ധമാണ്. അപ്പൊ നമുക്ക് എന്തിന് സമയം കിട്ടുമോ? ജ്ഞാനപ്പാനം മുഴുവൻ വായിക്കാൻ സമയം കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേഗം സന്ധ്യാനാമം തീർക്കും, എഴുന്നേറ്റ് പോവും. അപ്പൊ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരെയും ബന്ധിച്ച് വെച്ചിരിക്കുന്നത് കർമ്മങ്ങളാണ് എന്ന് ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കുക. ഇനി അഥവാ സന്ധ്യാനാമം ചൊല്ലാൻ പറ്റിയില്ല, അപ്പൊ പെട്ടെന്നൊരു അതിഥി വന്നെങ്കിലും അദ്ദേഹത്തെ രാവിലെ പറയണ്ട. കാരണം നമ്മളെ കർമ്മഫലാണ് അന്ന് നമുക്ക് സന്ധ്യാനാമം ചൊല്ലാൻ കഴിയാഞ്ഞത് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് പറയാണ്, മുന്നമി കണ്ട വിശ്വമാശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി. അതായത് ഒന്നിലും ഒരു ബന്ധം ഇല്ലാതെ, ബിഗ് ബാങ് തിയറിയാണ് പറയുന്നത്. ഈ ഭൂമിയെ കുറിച്ച്, ഭൂമി എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കും. അതേ കാര്യം തന്നെ ഇവിടെയും പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു ജ്യോതിർഗോളമായിട്ട് ബിഗ് ബാങ് തിയറി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പോ ഈ ഭൂമി വേറെ വീണു. പിന്നീട് വർഷങ്ങളോളം കിടന്ന് തണുത്തുറഞ്ഞിട്ട് ഇതെന്തായി? ഇങ്ങനെ നമുക്ക് മനുഷ്യവാസമായി തണുത്തു, പുല്ലുകൾ ഉണ്ടായി, ചെറുജീവികൾ ഉണ്ടായി, അങ്ങനെ പല ജീവജാലങ്ങൾ ഉണ്ടായി. ആ അവതാരം നോക്കൂ. ആദ്യം മത്സ്യാവതാരം. മത്സ്യം എവിടെയാ? വെള്ളത്തിലല്ലേ? സ്കൂളിൽ എന്താ പഠിപ്പിച്ചേ? ജലത്തിൽ ജീവൻ, കാർബണിക സംയുക്തങ്ങൾ ചേർന്ന് ഉണ്ടായി മത്സ്യം. അത് കഴിഞ്ഞിട്ട് പറയും ഉഭയജീവികൾ ഉണ്ടായി. കരയിലും വെള്ളത്തിലുള്ള കൂർമ്മം, ആമ ഉണ്ടായി. പിന്നെയോ വരാഹം. പിന്നീട് മൃഗങ്ങൾ ഉണ്ടായി, 4 കാലിൽ നടക്കുന്ന വരാഹാവതാരം, മത്സ്യകൂർമ്മ വരാഹജ. നരസിംഹ. പിന്നെന്താ? കുരങ്ങിൽ നിന്നും മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ചു. മനുഷ്യനും മൃഗവും ആയിട്ടുള്ള രൂപം, അതാണ് നരസിംഹാവതാരം. മത്സ്യകൂർമ്മ വരാഹജ നരസിംഹജ വാമന. പിന്നീട് ആ രോമൊക്കെ കൊഴിഞ്ഞു പോയി, വാമനമൂർത്തി, കുറിയ മനുഷ്യനുണ്ടായി. ഇങ്ങനെ ഓരോ ആ സ്റ്റെപ്പുകൾ നോക്കൂ. മത്സ്യകൂർമ്മ വരാഹജ നരസിംഹജ വാമന രാമോ രാമശ്ച രാമ കൃഷ്ണകൽക്കി ജനാർദ്ദന. രാമോ രാമശ്ച രാമ. വാമനൻ കഴിഞ്ഞിട്ട് പിന്നെ 3 രാമന്മാരാ. ആരൊക്കെയാ? ആദ്യം പരശുരാമൻ, കയ്യിൽ മഴുവേന്തി. മഴുവായിരുന്നു അന്നത്തെ കല്ലാണ് ഉപയോഗിച്ച ആയുധം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ടായി? രാമോ രാമശ്ച കലപ്പ എന്തിയ, കലപ്പ ഉപയോഗിക്കുന്ന ബലരാമനുണ്ടായി. പിന്നീട് അമ്പും വില്ലും, അതായത് ലോഹം കണ്ടെത്തിയ മനുഷ്യൻ, അമ്പും വില്ലും ഉപയോഗിക്കുന്ന ശ്രീരാമചന്ദ്രനുണ്ടായി. പിന്നെയാണ് കൃഷ്ണൻ എങ്ങനെയാ? ഗോക്കളെ മേച്ച് നടന്നു, മൃഗങ്ങളെ മനുഷ്യൻ ഇണക്കി വളർത്തി. സ്കൂളിൽ പഠിച്ചില്ലേ? അത് കറക്റ്റാ. അപ്പൊ കൃഷ്ണൻ ഗോക്കളെ ഇണക്കി വളർത്തി. പിന്നീട് എന്ത് ചെയ്തു? ഈ ലോകത്തിനെ എല്ലാവരെയും ഒരു സൗഹാർദ്ദത്തോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ഗോകുലം അറിയാലോ, ദ്വാരക, അങ്ങനെ നടന്ന് ഈ ലോകത്തിനെ എല്ലാവരെയും ജീവിതം എന്താണെന്ന് പഠിപ്പിച്ച സമ്പൂർണ്ണ അവതാരമാണ്, പൂർണ്ണാവതാരമാണ് കൃഷ്ണൻ.
അതാണ് പറയുന്നത്. ഓരോന്നും എടുത്തു നോക്കുമ്പോ നമ്മുടെ പുരാണങ്ങളും ശാസ്ത്രങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ സയൻസും ചേർക്കുമ്പോ എല്ലാം വളരെ കറക്റ്റായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ലോകം മുഴുവൻ അറിവിനു വേണ്ടി ഭാരതത്തിനു മുന്നിൽ കൈനീട്ടി യാചിച്ചു നിൽക്കുന്ന ഒരു കാലം വരും എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ആ കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതല്ലേ എല്ലാവരും ലോകം മുഴുവൻ വേദം പഠിക്കുക, ലോകം മുഴുവൻ ഗീത പഠിക്കുക, ഭാരതത്തിന്റെ പുറകെ എല്ലാവരും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നേ? അതും ഇതിൽ പറയുന്നുണ്ട് ഭാരതത്തിന്റെ മഹിമ. അങ്ങനെ ഒന്നിനോടും ബന്ധമില്ലാതെ നിന്നുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഈ ലോകത്തെ അങ്ങോട്ട് സൃഷ്ടിച്ചു. ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചു പോൽ. നമ്മൾ പറയും സൃഷ്ടി നടത്തിയാല് അതിന്റെ കർമ്മഫലം ഭഗവാനും അനുഭവിക്കണ്ടേ? ചിലർ ചോദിക്കുന്നതാ. പക്ഷെ ഭഗവാൻ ഒന്നിനോടും ബന്ധമില്ലാതെ നമ്മളൊരു കർമ്മം ചെയ്തു. ഇപ്പൊ ഇതാ ഇവിടെ കൊണ്ടുവന്ന് ഒരു പിടി പൂക്കൾ അവിടെ വെച്ചു ഭഗവാന്റെ മുന്നില്. അപ്പൊ ആഗ്രഹിക്കുക, ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, വീട്ടിലെത്തുമ്പോഴേക്ക് ഇതിന് ആർക്ക് കൊടുത്തേ? സുധാമാവിന് കൊടുത്ത പോലെ തരണം. അപ്പോ അതിന്റെ ഗുണം കഴിഞ്ഞു. കാരണം ആ കർമ്മഫലം എടുക്കാൻ നമ്മൾ അവിടെ ചെല്ലണം. എന്തുകൊണ്ടാ അവിടെ ചെന്നിട്ട് സൈവമേ സൗഹൃദ സഖ്യ മൈത്രി പുനർജന്മനി ജന്മനി സ്യാൽ എന്ന് പ്രാർത്ഥിച്ചത്? ഹേ കൃഷ്ണ, എനിക്കൊന്നും വേണ്ട. ഭാര്യ പറഞ്ഞിട്ടുണ്ട് പലതും ചോദിക്കാൻ, പക്ഷേ എനിക്ക് എന്തേ വേണ്ടൂ? ഈ സൗഹൃദം, ഈ സഖ്യം, ഈ മൈത്രി, ഈ ദാസ്യം. എത്ര ജന്മങ്ങൾ എടുത്താലും എന്റെ കൃഷ്ണ എനിക്കത് മതിയിട്ടോ. തിരിച്ചു ചെന്നപ്പോ സർവന്തര്യാമിയാണ് കൃഷ്ണൻ. അവിടെ ചെന്നപ്പോ സ്വർണം പോലെ അത്ര. ഭാര്യനെ കണ്ടിട്ട് അറിഞ്ഞില്ല അത്ര. പട്ട് സാരിയൊക്കെ ചിറ്റി കുറെ സ്വർണ്ണ മാലയൊക്കെ ചാർത്തി നിൽക്കുന്നു. അപ്പൊ വിളിച്ചത്, ഇങ്ങോട്ട് വരൂ, ഇതാണ് നമ്മളെ വീട്, കൊട്ടാരാണ് അത്ര കണ്ടത്. ഇവിടെ വന്നാൽ ഒന്നും ചോദിക്കണ്ട, നേരെ കുറച്ച് ചോദിച്ചാലോ കർമ്മഫലം നമ്മൾ ഏറ്റെടുക്കണം. ഭഗവാൻ ഈ വിശ്വം ചമച്ചപ്പോ ഇതൊന്നും ഞാനല്ല ചെയ്യുന്നേന്നുള്ള ഭാവത്തിൽ, അതാണ് കർമ്മയോഗമായി ചെയ്യണം എന്ന് ഗീത പറയുന്നത്. എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്നെ ഇവിടെ വരുമ്പോ പലതും ഉണ്ടാവും. മനുഷ്യൻ ആവലാദികൾ, അലൗകികൻ, ഒരുപാട് പ്രശ്നങ്ങളായിട്ട് അമ്പലത്തിക്ക് വരാന്ന് ഭഗവാൻ എന്നെ അറിയാം. ഒന്നും പറയണ്ട, അവിടെ വന്ന് നിന്നിട്ട് ഒന്ന് കണ്ണടച്ച് തൊഴ. ഭഗവാനെ എല്ലാവർക്കും സുഖാവണേ കേട്ടോ എന്ന് പ്രാർത്ഥിച്ചാ ഒന്ന് തുറക്കുത്രേ കണ്ണ്. ആരപ്പന്റെ എല്ലാ കുട്ടികളെ കുറിച്ചും പറയാമെന്നെ. പക്ഷെ നമ്മുടെ സ്വാർത്ഥത അതിന് സമ്മതിക്കുമോ? അതുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണോ വിശ്വം ചമച്ചത് അതുപോലെ നമ്മളും കർമ്മങ്ങൾ ചെയ്യണമെന്ന് അവിടെ പറയണു. ഇനി കർമ്മത്തിനെ കുറിച്ച് വിശദമായിട്ട് പറയാണ്. ഭഗവാൻ എങ്ങനെയാണ് വിശ്വങ്ങൾ ചമച്ചത്? 3 തരം കർമ്മങ്ങളുണ്ട്. അതായത് നമ്മൾ കർമ്മ 3 ഗുണങ്ങളെ പോലെയാ. അതായത് സത്വഗുണം എന്ന് പറഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കാതെ ഇപ്പൊ വിളക്ക് ഇവിടെ കൊണ്ടുവന്നാണ് ചാർത്തി, ഒരു കർപ്പൂരാണ് കൊണ്ടുവന്ന് വെച്ചു, ഭഗവാനാണ് കത്തിക്കുക, എനിക്കൊന്നും വേണ്ട, ഞാനിത് ചെയ്തു എന്നുള്ള ഭാവം പോലും ഇല്ലാതെ ചെയ്യുക. സത്വഗുണത്തിലുള്ള കർമ്മം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ അതൊക്കെ കൊടുക്കണുണ്ട്, എനിക്കിതിരി കിട്ടണം എന്നുള്ള ആ ഭാവം. തമോ ഗുണം എന്ന് പറഞ്ഞാലോ ഉറങ്ങി തൂങ്ങി അവിടെ ഇരിക്കും, ഇവിടെ വന്നാലും ഒരു 10 പൈസ അങ്ങനെ നീട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥ. പക്ഷെ ഭഗവാനെ ഇങ്ങനെ കൃഷ്ണനെ ഇങ്ങനെ വെച്ച് ഒരു യജ്ഞവേദിയില് വാന ചാർത്തി ആ ഭഗവാന് മുന്നിൽ ഒരു കർപ്പൂരം തെളിയിക്കാൻ അതൊരു ഭാഗ്യം. അത് ഈ വർഷമല്ലേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഒരു വിളക്ക് കൊളുത്താൻ അതൊരു ഭാഗ്യം ഈ വർഷമല്ലേ കിട്ടിയുള്ളൂ. നമുക്ക് ശ്രീലകത്ത് ചാർത്തണമെങ്കിൽ അമ്പലവാസികൾ കെട്ടിയാലേ ചാർത്തുള്ളൂ, ശുദ്ധമായിട്ട് വൃത്തിയായിട്ട്. അവരൊക്കെ ആ പണ്ട് മുതലേ ആചാരമാണത്. അപ്പോ നമ്മൾ ആചരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ യജ്ഞവേദിയില് മാല പിരിക്കാൻ അറിയുന്നവർക്കൊക്കെ പിരിച്ചു കൊണ്ടുവരാം. ഇത് കിട്ടുന്നൊരു ഭാഗ്യ, അതൊരു അവസരം. ഞാനൊക്കെ ആലിക്കല് മാല ഇങ്ങനെ കുറെ പൂക്കൾ കൊണ്ടുവന്നിട്ട് നന്നാക്കുമ്പോഴാണ് ശാരദി അതൊന്നാണ് മാല പിരിക്കൂന്നേ. അങ്ങനെയാണ് ഞാൻ മാല പിരിക്കുന്നത്. മാല പിരിച്ച് ഭഗവാന് ചാർത്തിച്ചു ഞാൻ അന്ന്. അപ്പോ അത് ഗോപികയായി ചെയ്ത ആ ഒരു പുണ്യം, അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഇരിക്കാൻ കഴിയുന്നത്. അപ്പോൾ പുണ്യകർമ്മങ്ങളുണ്ട്, പാപകർമ്മങ്ങളും ഉണ്ട്. പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ ഈ ചെയ്തുകൊണ്ടിരിക്കണ ഒക്കെ പുണ്യകർമ്മ. ഒന്നും എനിക്ക് വേണ്ട ഭഗവാനെ, സമാധാനം ശാന്തിയായിട്ട് ഇങ്ങനെ നാമം ജപിക്കുക, അവിടെ വന്നിരിക്കാൻ പറ്റിയാൽ മതി. പാപകർമ്മം എന്ന് പറഞ്ഞാല് അറിയാം ചെയ്യുന്നത് തെറ്റാണ്, എങ്കിലും അവര് ചെയ്യും. ഒരു പൂച്ച പോവുകയാണെങ്കിൽ കാലിലെടുത്ത് കൊടുക്കൊരു വീക്ക്, വെറുതെ. അതൊന്നും ആരെയും കണ്ടല്ലേ, പൂച്ച ആരെയും ഉപദ്രവിക്കില്ല, കട്ട് തിന്നുന്നുള്ളൂ, അതിന് വിശന്നിട്ട് അത് തിന്നണം. നമ്മൾ മൂടി ശരിക്കും വെച്ചാൽ മതി, അതിന് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. അത് പാപകർമ്മം, ആവശ്യമില്ല അത് ഉപദ്രവിക്കുന്നത്. ഇനി പുണ്യവും പാപവും ചേർന്ന കർമ്മങ്ങളുണ്ട്, മിശ്രകർമ്മം. അതായത് മിലിറ്ററിയിലുള്ളവര് ഇപ്പൊ നമ്മളെ സന്തോഷം ഒന്നില്ലേ, പൊട്ടിക്കടാ മോനെ ഗവൺമെന്റ് ഓർഡർ ഇട്ടാ അപ്പൊ പൊട്ടിക്കണം എന്നാ. മിലിറ്ററിക്കാരിപ്പോ പാകിസ്ഥാനായാലും ഇന്ത്യയായാലും മനുഷ്യനാണ്, ജീവനാണ്, കൊല്ലണം. അത് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് മിശ്രകർമ്മമാണ്. സത്യത്തിൽ അത് പാപമാണ്, എങ്കിലും അദ്ദേഹത്തിന്റെ കർമ്മയോഗമായി ചെയ്യുമ്പോൾ അത് മിശ്രകർമ്മം. ഇങ്ങനെ 3 തരം കർമ്മങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. ഈ 3 ജാതി നിരൂപിച്ച്, അതായത് 3 തരത്തിലുള്ള കർമ്മങ്ങൾ നിരൂപിച്ചു നോക്കുമ്പോൾ ഈ 3ഉം നമ്മുടെ ജീവനെ തളച്ചിടും. അതുകൊണ്ട് എങ്ങനെ ചെയ്യണം? കർമ്മയോഗമായി ചെയ്യാം. അത്രയും പറഞ്ഞിട്ട് പറയാ, ബ്രഹ്മവാദിയായി
ഈച്ച. അവിടെ ഈച്ച എന്ന് വായിക്കരുത് കേട്ടോ, പലർക്കും തെറ്റുണ്ട്. ഇവിടെ ഈ പുതിയ വചനാവലിയിൽ ഈന്ന് നീട്ടി എഴുതും ചെയ്തിട്ടുണ്ട് അവര്. ബ്രഹ്മവാദിയായ ഇച്ഛയേറുമ്പോഴും, ഇച്ഛ പറഞ്ഞ ആഗ്രഹം, എനിക്ക് ബ്രഹ്മത്തെ വേണം, ബ്രഹ്മത്തെ വേണം. ഈ മേൽപ്പത്തൂരിന്റെ അടുത്ത് ചെന്നൊരു ഭൂതാനം ചോദിച്ചു അത്രേ, ഈ ബ്രഹ്മ എങ്ങനെയാ തിരുമേനി എന്ന് ചോദിച്ചു പറഞ്ഞത്രേ, എന്താണ് കൊമ്പുകളുള്ള എരുമേനെ പോലെയാണ്. എന്നിട്ട് ഈ ഇദ്ദേഹം പോയിരുന്ന് ജപിച്ചു, കൊമ്പുള്ള എരുമ എന്നെ പ്രാർത്ഥിച്ചു. അവസാനം ബിംബത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വയ്യത്ര കൊമ്പ് കാരണം ശിവന് എഴുന്നള്ളിക്കാൻ. ഇതാണ് അവസ്ഥ. നമ്മളോട് എന്താണ് പണ്ടൊരാള് വേറൊരു തിരുമേനി പറഞ്ഞു ഇത്ര, കുട്ടി ചെന്ന് ചോദിച്ചപ്പോഴേ പോത്തിനെ പോലെയാണ്. ആ കുട്ടി രാത്രിയിൽ ഇതേ പോത്ത് കൊമ്പും കുലുക്കി വന്നിട്ടു. ഓടി ഇത്ര തിരുമേനി, തിരുമേനി ഞാൻ ബ്രഹ്മത്തിനെ കണ്ടുട്ടോ, പോത്തിന്റെ രൂപത്തിൽ വന്നു. അപ്പോഴത്ര തിരുമേനിക്ക് മനസ്സിലായി ഇത്രയൊക്കെ കാലം ജപിച്ചിട്ട് എനിക്ക് കിട്ടിയാലോ. ആ കുട്ടി ഒറ്റ ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചുള്ളൂ. നിഷ്കളങ്കമായ ഭക്തി. എന്ന ധരണീശന്യു കാൺഗുരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനും എന്തുവിരി. ഒറ്റ നിമിഷം മനസ്സുരുകി അങ്ങോട്ട് വിളിച്ച അങ്ങാട്ടച്ഛനായി ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് വരും എന്നുള്ള സത്യം അതാ ഇവിടെ പറയുന്നത്. ബ്രഹ്മവാദിയായി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോ കർമ്മബന്ധന്മാരാണ്. കർമ്മത്തിൽ ഈ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ആത്മീയതയിൽ ഉയരാൻ കഴിയൂ എന്ന് വീണ്ടും വീണ്ടും നമ്മളതിനെ തിരുമേനി ഓർമ്മിപ്പിക്കുക. കാരണം ഈ തിരുമേനി ഇത് എഴുതാൻ തന്നെ കാരണം എന്താ, ജീവിതത്തിലെ ദുഃഖങ്ങളെ ഉത്സവമാക്കി മാറ്റിയ വ്യക്തിയാണ് പൂന്താനം തിരുമേനി. നമ്മളെന്താ ഒരു സങ്കടം വന്നാൽ ചുരുണ്ട് മടങ്ങിയവിടെ ഇരിക്കും, ഭഗവാൻ ഇതല്ലേ തന്ന് ഞാൻ പൂണില്ല പറയും. അദ്ദേഹം എത്രയോ കുട്ടികൾ ഉണ്ടായി മരിച്ചുപോയി. അവസാനം പ്രാർത്ഥിച്ച് ഒരു കുട്ടി ഉണ്ടായിട്ട് ആ ഭാഗമൊക്കെ അവിടെ കാണാൻ നമുക്ക് ഇല്ലത്ത് ചെന്നാൽ ഒരു ദിവസം നമുക്ക് പോവാം. ആ കുട്ടിയുടെ അന്നപ്രാശ ദിവസം എത്തി. ഇത്ര 6 മാസമായപ്പോഴേക്ക് ഉത്സവമായിരുന്നു ഇത്ര പൂന്താനത്തിന്റെ ഇല്ലത്ത്, ബ്രഹ്മദത്തൻ തിരുമേനിയുടെ ഇല്ലത്ത്. പൂന്താനം എന്നുള്ളതാ ഇല്ലത്തിന്റെ പേരാ. ആ കുട്ടീനെ അവരവിടെ കിടത്തി ഈ അന്നപ്രാശം നൽകുന്ന സമയത്തെ നിനക്ക് ഞാൻ അന്നം അമൃതായി തരുന്നു എന്നൊരു മന്ത്രവും ചൊല്ലിയിട്ട് ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഏതോ മുണ്ട് താഴെ വീണിട്ട് ആ കുട്ടി മരിച്ചു കിടക്കുന്നത് അവരെ കണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. കാരണം ഭഗവാനേ ഉള്ളൂ ശരണം. ഉണ്ടാവുന്ന മക്കളെ എന്നും കുട്ടിയായിട്ടിരിക്കുവോ, ലാളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഭഗവാനെ അന്ന് എനിക്ക് കുട്ടിയെ തന്നു, എടുത്തില്ലേ, ഇനി എന്തേ ശരണമുള്ളൂ, അതങ്ങടെ എഴുതുക. ആ ഒരു സങ്കടത്തുനിന്ന്, ആ കുട്ടി മരിച്ചു പോയ സങ്കടത്തുനിന്നാണ് അത്ര ഇത്രയും ഭക്തിയിൽ ഉറച്ച് വിശ്വസിച്ച് ഭഗവാന് വേണ്ടി ജ്ഞാനത്തിന്റെ പാന ഭഗവാന് വേണ്ടി രചിച്ചു വെക്കുന്നത്. ശരിക്കും ആർക്ക് വേണ്ടിയാ? നമ്മളെ പോലുള്ളവർക്കാണ്. ഇവിടെ പറയാണ്, കർമ്മപാശത്തെ ലംഘിക്ക എന്നതും ബ്രഹ്മാവിഞ്ഞു മേളൂതല്ല നിർണയം. കുട്ടി ഉണ്ടായി മരിച്ചു പോവാൻ നമുക്കൊരു യോഗം ഉണ്ട്, അത് കർമ്മഫല അനുഭവിച്ചേ തീരൂ. ഈ കർമ്മപാശത്തെ മുറിക്കാൻ ആർക്കാവില്ല? ബ്രഹ്മദേവന് പോലും ആവില്ല കേട്ടോ എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ടോ, അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ. നമ്മുടെ വിചാരം എന്താണോ, എന്നും ഇപ്പൊ അങ്ങനെ സുഖമായിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുന്ന പലരും അങ്ങനെയാ വിചാരിക്കണേ. പക്ഷെ അല്പകാലം 50 വയസ്സ് എന്നെ ഇപ്പൊ ഇത്രയൊക്കെ പ്രായമായി തോന്നില്ലേ, ഒരു ചെറിയ ഒരു കാലാവധിയെ നമുക്കുള്ളൂ. നമ്മളിപ്പോ 85 വയസ്സ് നമ്മൾ ലൈഫ് സ്പാൻ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ആവും, ഇനി ഇത്ര വർഷമല്ലേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാതെ ഇവിടെ വരിക, ഭഗവതിയോട് പ്രാർത്ഥിക്കുക, അമ്മേ ഇവിടെ വന്ന് തൊഴാനും എന്നും നമസ്കരിക്കാനും അനുഗ്രഹിക്കണേ കേട്ടോ. അല്പകർമ്മികളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കാതെ സുഖത്തിൽ അങ്ങനെ മുഴുകി ജീവിച്ചു പോവാണ് എന്ന് പറയാ. ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. ഒരുപാട് യോനികളിൽ നമ്മൾ വന്ന് ജനിച്ചിട്ടുണ്ടാവുന്ന പറയണേ. കാരണം ഇതിൽ പറയുന്നില്ലേ, ഈച്ച ചത്തൊരു പൂച്ചയായിരുന്നു. ഈച്ച, പൂച്ച, മൃഗങ്ങളെ, ഇഴജന്തുക്കളെ, അരിച്ചു നടന്ന ചെറിയ ജീവികളൊക്കെ ആയി സുഹൃതം കൂടുമ്പോഴാത്ര മനുഷ്യജന്മം കിട്ടുക. അമ്മ പറയും, ചെമ്പിൽ അമ്പഴങ്ങ പുഴുങ്ങി തിന്നാനും വേണ്ടിയിട്ട് മനുഷ്യജന്മം കിട്ടാൻ ഭാഗ്യം ചെയ്യണം. കാരണം മനുഷ്യനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ നോക്കൂ, മനുഷ്യനെ ഉപദ്രവിക്കുന്നുള്ളൂ. മറ്റ് ജീവജാലങ്ങളെയൊക്കെ നമ്മൾ എറിഞ്ഞു ഓടിക്കുന്നുണ്ടല്ലേ. അപ്പൊ അത്രയും ഉയർന്നു നിൽക്കുന്ന, അത് മാത്രല്ല വിവേകം ഉള്ള ഒരു ജന്മമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. വിവേകവതിയായി ഈശ്വരാർപ്പണമായി എന്തിനു വേണ്ടി ജന്മം കിട്ടി എന്ന് ചിന്തിക്കാനുള്ള ഒരു അനുഗ്രഹം നമുക്കുണ്ട്. മാത്രല്ല
ഈ ജന്മം കിട്ടിയിട്ട് ഇതിലിരുന്ന് ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം നേടാൻ എന്തെല്ലാം ചെയ്യണമെന്ന് എത്രയോ മാമുനീശ്വരന്മാർ എഴുതി വെച്ചിരിക്കുന്നു. എത്രേ വേണ്ടു. ഇത്തരം സത്സംഗങ്ങൾ കൂടുക, നാമം ജപിക്കുക, അതിനപ്പുറം ഒന്നും ചെയ്യണ്ട. എത്രയോ യോനികളിൽ വന്ന് ജനിച്ചു. കൃഷ്ണ, ഇനിയെങ്കിലും എനിക്ക് മോക്ഷം തരണേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഇനിയും ജന്മങ്ങൾ എടുത്താല് ദുരിതം തന്നെയാ. ഇവിടെ വന്നിട്ട് ഒരു ദിവസം രാവിലെ ആയിട്ട് നിങ്ങൾ എത്ര തവണ ചിരിച്ചു എന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ കുറവാണ്. പക്ഷെ നമ്മൾ ഒരുപാട് കരയുന്നുണ്ട്. എവിടെയാണെന്നറിയോ? മനസ്സിന്റെ ഉള്ളില് ഒരുപാട് ടെൻഷൻ. ആരോടും ചോദിച്ചു നോക്കൊണ്ടു എന്തൊക്കെ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ ജീവിതം തന്നെ ഒരു പ്രശ്നം. അപ്പോ ചിരിക്കുന്നത് ആയുസ് കൂട്ടുന്ന പറയുക. ചിരി ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത്ര. അപ്പോ ചിരിക്കുന്നില്ല നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോ അറിയാ ഈ ജന്മം കിട്ടിയത് സുഖിക്കാനല്ല. പിന്നെ എന്തേ വേണ്ടു? സുഖിച്ച് ഇവിടെ ഇരിക്കുന്നതിന് പകരം സുഖമായിട്ട് ഒരു ക്ഷേത്രാങ്കണത്തിൽ ഇങ്ങനെ വന്നിരുന്ന് ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുക. പറയുന്നവരും കേൾക്കുന്നവരും മോക്ഷാണ് എന്നാ പറയുന്നത്. ഇനി മറ്റൊന്ന് പറയാണ് ജീവന്റെ ഗതി. നമ്മളെല്ലാവരും ഈ ജീവൻ എങ്ങടാ പോയെ, അല്ലെങ്കിൽ ഇത് എവിടുന്നാ വരണേ ഒക്കെ ചിന്തിക്കാറുണ്ട്. ചണ്ട കർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ പിറക്കുന്നു. നമ്മളെപ്പോഴും ചിന്തിക്കും ഇത്രയും ദുരിതമുള്ള ഒരു ഫാമിലിയിൽ എന്തേപ്പാ കുട്ടി ജനിച്ചാവോ. സ്കൂളിൽ നമ്മൾ ഓരോ കുട്ടികളെ വീതം വിളിക്കും, സ്റ്റാഫ് റൂമിക്കൊക്കെ. അപ്പൊ ആ കുട്ടി പറയുന്ന ദുരിതം അച്ഛനൊക്കെ കുടിച്ച് വന്നിട്ട് ഈ പുസ്തകവും പേരെടുത്ത് വലിച്ചെറിഞ്ഞു. ഹോംവർക്ക് ചെയ്യാത്തൊന്ന് വിളിച്ചുകൊണ്ടായതാ. അപ്പോൾ ക്ലാസ്സിന് ചോദിച്ചാൽ കുട്ടി നിന്ന് കരയുള്ളൂ, പറയില്ല. അപ്പൊ പറയാണ് അച്ഛൻ കുടിച്ച് വന്നിട്ട് ടീച്ചറെ ഇത് എടുത്ത് വിരിച്ച് പുറത്തേക്ക് എറിഞ്ഞു. പിന്നെ അത് മഴ നനഞ്ഞു. സ്കൂൾ തുറക്കുന്ന ടൈമാണല്ലോ. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റിയില്ല, അതാണ് ഞാൻ ബുക്ക് കൊണ്ടുവരാത്തത്. അമ്മയ്ക്കൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ഒരു കാര്യം കൊടുത്തിട്ട് പിന്നെ അതിനെ കുറിച്ചാണല്ലോ, ഇപ്പൊ രചനയാണല്ലോ, ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണല്ലോ. അമ്മയ്ക്കൊന്നും അറിയില്ല. അച്ഛൻ വരാൻ ഞാൻ കാത്തിരുന്നു. പക്ഷെ അച്ഛൻ കുടിച്ച് മറിഞ്ഞാൽ കയറി വന്ന് ഇത് ചോദിച്ചപ്പോ അച്ഛനത് വാങ്ങി വെച്ചൊന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ലടി എന്ന് പറഞ്ഞിട്ട്. ഇതാണ് അവസ്ഥ. ആ കുട്ടി നല്ല ബ്രൈറ്റാ. അപ്പൊ ആ കുട്ടി എന്തേ ഇത്ര മോശമായ ഒരു ഫാമിലിയിൽ ജനിക്കാന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കായിരുന്നു. അതിന്റെ ഉത്തരാണിത്. ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാവുമ്പോൾ. നമുക്ക് ഏത് കുടുംബത്തിലാണോ ജന്മം കിട്ടുന്നത്, കഴിഞ്ഞ ജന്മം ചെയ്ത ദുരിതങ്ങളുടെ ഫലം. നല്ല കുടുംബം നിങ്ങൾ നോക്കിക്കോളൂ. ഇങ്ങനെയുള്ള ഒരു ജ്ഞാനയജ്ഞ വേദിയിലൂടെ, ഈ ഗ്രന്ഥങ്ങളിലൂടെ നിങ്ങൾ പോയാൽ ഈ ജന്മം മോക്ഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മം ഇതുപോലെ ഒരു ക്ഷേത്രത്തിനടുത്ത് നല്ല ഒരു കുലീനമായ തറവാട്ടിൽ നിങ്ങൾ ജീവിക്കും. മനുഷ്യനായി തന്നെ ജന്മം കിട്ടും. കാരണം എന്താ? ഈ ജന്മം ചെയ്തു വെച്ചതിന്റെ സംസ്കാരം. എന്നോട് പറയും പലരും, ടീച്ചർ ഈ ജന്മം പഠിച്ചതല്ല കേട്ടോ, കഴിഞ്ഞ കുറെ ജന്മങ്ങളിൽ കിട്ടിയാലേ ഇപ്പൊ പറയാൻ കഴിയൂ. ആയിരിക്കാം ചിലപ്പെങ്കിൽ. ഇതൊക്കെ എടുത്തു വെക്കുമ്പോ തോന്നും നാളെ ഇങ്ങോട്ട് ഒരു പ്രഭാഷണത്തിന് പോവാ. അപ്പൊ ഒരു ഗീതാശ്ലോകം നോക്കട്ടെ, പൊതു പറയാം, എല്ലാ സ്റ്റേജിലും ഒന്നും പറയണ്ട വിചാരിച്ചു. അപ്പോഴാണ് 9-ാം അധ്യായത്തില് മന്മനാഭവമൽ ഭക്ത അത് കാണുന്നത്. 2 തവണ വായിച്ചുള്ളൂ. അവിടെ സ്റ്റേജിൽ ചെന്നപ്പോ അത് വന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഓർക്കും, ശരിയാണ്, ഇതൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. സ്വാമി വിവേകാനന്ദൻ എന്താ പറഞ്ഞ? എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. മനുഷ്യന്റെ ഉള്ളിലുള്ളത് ഒന്ന് പൊടി തട്ടിയെടുത്തേ വേണ്ടു. ഇതൊക്കെ നമ്മളിലുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ഇതിലൂടെ പോയവർ എങ്കിലേ ഇങ്ങനെ ഇവിടെ വന്ന് ജ്ഞാനയെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. അപ്പൊ ജീവൻ എന്തുകൊണ്ടാ ഇങ്ങനെ പലതരം യോനികളിൽ വന്ന് ജനിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അത് പറയാണ്, ചത്തൊരു പൂച്ചയായിടുന്നു ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ. നമ്മള് ഈച്ചയാണ് ചാവുന്നത്, ചെറിയ ജീവിയാ. പക്ഷെ അത് ഈശ്വരന്റെ ആ ഒരു കർമ്മഫലം കൊടുക്കുന്നത് പൂച്ചയായി ഉയർന്ന ജന്മം കിട്ടി. അങ്ങനെ ഉയർന്നു വന്നിട്ട് അരിച്ചു നടക്കുന്ന ചെറിയ ജീവികളിൽ നിന്നും മനുഷ്യനായി, വിവേകമുള്ള മനുഷ്യനായി, എന്താണെന്നറിയോ? മനുഷ്യാണാം ബന്ധമോക്ഷൈവ കാരണം. മനസ്സാണ് എല്ലാത്തിനും കാരണം. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ വരുമ്പോ നമ്മൾ നല്ല ജന്മം എടുത്തു വരുന്നു എന്നുള്ളതാ. അപ്പോ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ മർത്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ളവെന്ന, നരൻ എന്ന് പറയുമ്പോൾ നാരായണന് തുല്യൻ എന്ന. അപ്പോ ഈച്ച ചത്തു പൂച്ചയായി, പഴുതാരയായി, പാറ്റയായി, ഇങ്ങനെ അവസാനം നമ്മൾക്ക് എന്ത് കിട്ടി? നമ്മളുടെ ഈ ജന്മം, മനുഷ്യജന്മം കിട്ടി. എങ്ങനെ കിട്ടുന്നത്? തന്റെ ഗൃഹത്തിങ്കൽ. ഏത് ഗൃഹ? നമ്മൾ സ്വന്തം അധ്വാനിച്ച ഗൃഹം. അതായത് നമ്മൾ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളുടെ ഫലമായി നമ്മൾ എങ്ങനെ ജനിക്കുന്നു? നല്ല കുലത്തിൽ ജനിക്കുന്നു. ഇനി ഭാരതത്തിന്റെ മഹിമയാണ് പറയുന്നത്. ഭാരത മഹിമ അത് ഞാൻ പറഞ്ഞില്ലേ? മാവോ സേതുങ് എന്താ പറഞ്ഞത്? ഇനിയും ജന്മം കിട്ടുകയാണെങ്കിൽ അലക്സാണ്ടറുടെ അമ്മ ഞാൻ ഭാരതത്തെ കീഴടക്കാൻ പോവാന്ന് പറഞ്ഞു. ഇത്ര അനുഗ്രഹിക്കണേ അമ്മയെന്ന്. അപ്പൊ അലക്സാണ്ടറോട് അമ്മ എന്താ പറഞ്ഞോ? നീ ഭാരതത്തെ കീഴടക്കുന്നതിനപ്പുറം ആ ഗംഗാജലം എനിക്ക് ഇത്തിരി കൊണ്ടുവന്ന് തരണം. മറ്റൊരു സംസം വെള്ളം നിറഞ്ഞ് എത്ര പുണ്യമായിട്ടാ അത് കുടിക്കണല്ലേ. നമ്മൾ എത്ര പേര് ഗംഗാജലം സ്പർശിച്ചുകൊണ്ട് മരിക്കുന്നുണ്ട്. ഹൈന്ദവനായി ജനിച്ചാൽ ആ മഹാദേവന്റെ തിരുജടയിലേക്ക് ഏറ്റുവാങ്ങിയ സ്വർഗഗംഗയിലേക്ക്
വാങ്ങണം. അപ്പോ നമ്മൾ ഗംഗയിൽ കുളിക്കണം, ഹിമാലയത്തിലെ 3 ധാമങ്ങൾ നമ്മൾ സന്ദർശിക്കണം, ഭാഗവതം കേൾക്കണം. അതിന് മുമ്പുള്ളതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞൂലേ, ജ്ഞാനപാനി നാമകീർത്തനമൊക്കെ ആയി. അപ്പോ എന്ത് ചെയ്യണം, മഹാഭാരതം കൂടി ഒന്ന് വായിക്കണം. അത് വായിച്ചാൽ മതി, എല്ലാവരും ആളാവണ്ണം വാങ്ങണമെന്നൊന്നുമില്ല. ഒരാളെത്തുള്ളത് കൊടുക്കുക, അടുത്ത ആള് വായിക്കുക. അപ്പോ ഭാരത മഹിമ പറയാണ്.